രാഹുലിനെ കുരുതി കൊടുത്ത കേക്ക് സതീശൻ പാർട്ടിയുടെ അടിത്തറയിളക്കും. പേരിൽ തന്നെ ചതി ഒളിഞ്ഞുകിടക്കുന്ന കേക്ക് സതീശൻ നാളെയുടെ വാഗ്ദാനമായിരുന്ന, പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന രാഹുലിനെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പിണറായിക്ക് മൂന്നാം വട്ടവും അവസരമൊരുക്കുവാൻ കുരുതി കൊടുത്ത കേക്ക് സതീശൻ പാർട്ടിയുടെ അടിത്തറയിളക്കുമെന്ന് പറയുന്നത് മറ്റാരുമല്ല, പതിറ്റാണ്ടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കിയ, പോലീസിന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ, കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചിലേറ്റിയ പ്രവർത്തകരാണ്. രാഹുൽ ആരുടെയെങ്കിലും നോമിനിയായി മാനേജ്മെന്റ് കോട്ടയിൽ പദവിയിൽ വന്നയാളാണോ? NSSന്റെ കോട്ടയിൽ അരമനയിലെ അളിഞ്ഞ ബിഷപ്പന്മാരുടെ നോമിനേഷനിൽ ലീഗിന്റെ ആശീർവാദത്തിൽ പദവിയിൽ കയറി ഇരിപ്പുറപ്പിച്ച് നെയ്ക്കുട്ടന്മാർക്ക് സമരമുഖത്ത് രക്തം ചീന്തി കയറി വന്ന ഒരു യുവനേതാവിനെ എങ്ങനെ നശിപ്പിക്കുവാൻ മനസ്സ് വന്നു? രാഹുലിനെ കൈവിട്ട കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുടെ അടിത്തറയിളക്കുവാൻ പോവുകയാണ്. നേതാക്കന്മാരുടെ അടിമകളല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം രാഹുലിന്റെ പിന്നിൽ അണിനിരക്കുവാൻ പോകുകയാണ്. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുലിനോട് ശബ്ദിക്കരുതെന്ന് പറയുന്ന സതീശൻ നിന്റെ അവസാന ആണിയും അടിക്കുവാൻ ശ്രമിക്കുകയാണ്. രാഹുലിന്റെ മൗനം വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കും. അതുകൊണ്ട് സംഭവിച്ചത് ജനങ്ങളോട് തുറന്നു പറയുക. അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളെ ഈ വൃത്തികെട്ട കോൺഗ്രസ് നേതൃത്വം അർഹിക്കുന്നില്ല. ആ പാർട്ടി നൽകിയ പദവികൾ നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ അതിലും വലുത് ജനങ്ങൾ നിങ്ങൾക്ക് കാത്തുവച്ചിട്ടുണ്ടെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. ഇനി ഗുരുവായൂരിൽ നിന്നും അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായ MV കബീർ വിളിച്ചത് കേൾക്കുക. ഈ സംഭാഷണം ആദ്യോടന്തം നിങ്ങൾ സശ്രദ്ധം കേട്ടാൽ പാർട്ടിയിലെ പല അന്തർധാരകളും നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പേര് കബീർ എന്നാണ്, ഗുരുവായൂരിനാണ് വിളിക്കുന്നത്. ആ ചാനൽ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റഡ്. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ VM സുധീരന്റെ ആ സമയത്ത് പോസ്റ്റർ ബോയ് ആയി തുടങ്ങി ഇവിടെ ബ്ലോക്ക് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ കാലം. അന്ന് യൂത്ത് കോൺഗ്രസ് ആണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ജീവൻ കൊടുത്തത്. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ എംബളം കാണുമ്പോൾ നമുക്ക് വിദേശത്തൊക്കെ ഇന്ത്യൻ രാഷ്ട്ര പതാക ഏതെങ്കിലും ഒരു ദിവസം വിശേഷ ദിവസങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു അഭിമാനം തോന്നില്ലേ? അതുപോലെയാണ് ഈ ചാനൽസിന്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ഐക്യം. കാരണം നിങ്ങൾ മാത്രമാണ് യഥാർത്ഥ എരയുടെ ഒപ്പം നിൽക്കുന്നത്, അല്ലേ? ഇവിടെ യഥാർത്ഥ എര ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് യഥാർത്ഥ എര. ബാക്കി ചാനലുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിനെ വിക്ടിമൈസ് ചെയ്തതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. ഇവിടെ ശരിക്കും ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ കുടുംബമായിട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വില കൂടിയ വണ്ടികൾ ഇടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ, റോഡിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് കോൺഗ്രസ് ഉള്ളത്. അതിനെ CPR കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള ചെറുപ്പക്കാരാണ്. ഞാൻ കോൺഗ്രസിന്റെ പരിപാടിയിൽ പോയി നോക്കിയിട്ട് ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ് എവിടെ പിൻഗാമികളെ സൃഷ്ടിക്കൂ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ബാങ്കിന്റെ പുറകിലും സഹകരണ സംഘത്തിന്റെ പിന്നിലൊക്കെ തല്ലുകൂടിയിട്ട് യോഗം പിരിച്ചുവിടില്ല. ഇത് തന്നെ തൃശ്ശൂര് വെങ്കിടകിൽ വെച്ചിട്ടുള്ള കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൺവെൻഷൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പിൻഗാമികളെ സൃഷ്ടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇതന്നെയാണ് ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം. ചെറുപ്പക്കാരെ ഇവർക്കാർക്കും കണ്ടുകൂടാ. എനിക്ക് 55 വയസ്സായി. അപ്പോൾ ശേഷം ഇവിടെ സംഭവിച്ചതൊക്കെ കോൺഗ്രസിന്റെ വിജയം സംഭവിച്ചതും ഇവരുടെ പിടിപ്പുകേടാണ് നേതാക്കന്മാരുടെ. ഇപ്പോ വീണ്ടും VD സതീശൻ ആ ഒരു ജീവനില്ലാണ്ടാക്കുക. VD സതീശൻ എന്ന് പറഞ്ഞ ആള് വെറും ആ കുപ്പായം കയറിയിരുന്നിട്ടതാണ്. പോലീസിന്റെ അടി കൊണ്ടിട്ടല്ല, റോട്ടിലിറങ്ങിയിട്ടല്ല, നേരത്തിട്ടല്ല. VD സതീശൻ ഇപ്പൊ ചെയ്യണത് അതൊരു ആത്മരോഷമാണ്. കോൺഗ്രസിന്റെ ഒപ്പം നിന്നിരുന്ന ആള്, കോൺഗ്രസിന് വിദേശത്തു നിന്ന് ഫണ്ട് ചെയ്ത് തരുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ട് കോൺഗ്രസിന്റെ വീണ്ടും ജീവൻ വെച്ച് കണ്ടപ്പോൾ ഒരു ശാന്തി കിട്ടിയായിരുന്നു. ഇപ്പോ VD സതീശൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് പുള്ളിയാണ് വിക്ടിമൈസ് ചെയ്തത്. എന്തിന്? ഒരു പ്രസ്ഥാനത്തിന്. പക്ഷെ വേറൊരു കാര്യം പറയാം, നിങ്ങൾ സന്തോഷിച്ച് എല്ലാവരോടും പറഞ്ഞോളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും തോൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ചെയ്യേണ്ടത് ഇവരുടെ കോൺഗ്രസിന്റെ KPCCയുടെ പിടി വിട്ടിട്ട് മാറി നിൽക്കുക. അതാണ് ഇപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ യുവമാരുടെ കീഴെ നിൽക്കുന്നതിനേക്കാളും ജനങ്ങൾ മുഴുവൻ രാഹുലിന്റെ കീഴെയാണ് നിരക്കും. തീർച്ചയായിട്ടും
മാറി നിന്നിട്ട് ഒരു പുതിയ പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാവാം. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നല്ല കാലം തുടങ്ങുന്നു. കോൺഗ്രസിലെ ഈ സതീശൻ, രമേശ് ചെന്നിത്തല ഇത്തരം ഗ്രൂപ്പുകളുടെ അവസാനമാണ് ഈ കാണുന്നത്. നമ്മൾ നല്ല മഴ വരുമ്പോൾ വിചാരിക്കും അയ്യോ മഴ വരുന്നു. അത് നാടിന്റെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ക്ലൗഡ് മാറും, ജനങ്ങൾ ഇത് തിരിച്ചറിയും. വി ഡി സതീശന്റെ ബുദ്ധിയല്ല എനിക്ക്. ഒരു കൺവെൻഷന് പോയി കഴിഞ്ഞിട്ട് അവിടെ അസസ്മെന്റ് എടുത്തിട്ട് ഇത്ര വോട്ടിന് നിങ്ങൾ തോൽക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നെ തലാന്ന് വരെ അവര് സുരേഷ് ഗോപി 74,000 ചില്ലാന വോട്ടിന് ജയിച്ചപ്പോ അപ്പോഴാണ് ചോദിക്കണത് നീ അത് എങ്ങനെ പറഞ്ഞതെന്ന്. വി.എസ്. സുനിൽകുമാറിന്റെയും മുരളീധരന്റെയും യോഗങ്ങൾ കണ്ടിട്ടാണ് പറഞ്ഞത് അല്ലേ? എന്റെ കാര്യം ഇവരൊന്നും ശരിയായിട്ട് യഥാർത്ഥ കോൺഗ്രസിന്റെ മുല പിടിച്ചിട്ടില്ല. ആ മുലപ്പാലെന്ന് പറഞ്ഞാൽ KSU നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും സേവാദളിൽ നിന്നും. ഞാൻ VM സുധീരന്റെ പോസ്റ്റർ ബോയ് ആണെന്ന് പ്രത്യേകം പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ആദ്യത്തെ അടി തുടങ്ങിയ സമയമാണ് സുധീരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അന്ന് കൂടെ വന്ന ആൾക്കാരെ ഞങ്ങൾ എന്തൊക്കെ അലിഗേഷൻസ് ഉണ്ടാക്കി കേരളത്തിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ DCCയുടെ അകത്ത് തൊട്ട് മണ്ഡലം കമ്മിറ്റി തൊട്ട് ഒന്നും വേണ്ട 2.5 ലക്ഷം യൂത്ത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് രാജി ചോദിക്കാൻ ഇവൻ ആരാ? സതീശൻ. ഇവൻ കയറിയിരിക്കുന്നത് KPCCയിലൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ കയറിയിരിക്കണല്ലേ ഇവരൊക്കെ അല്ലേ? ഇത് ചെറുപ്പക്കാര് ആവേശത്തോടു കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വെച്ചുള്ളതാ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തീരുമാനിക്കാൻ ഈ സതീശനാരാ അല്ലേ? AICCയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് തീരുമാനിക്കാൻ ഇവരാരാ? അപ്പോൾ എന്ത് വേണം? ഞാൻ നിങ്ങളുടെ പല കോളേഴ്സിനും ശ്രദ്ധിച്ചു. ഇവർ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിക്കുക. എൻ്റെ മകൻ ആരെങ്കിലും ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരാം. സതീശന് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? സ്വന്തം മകളെ പോലെയാണെങ്കിൽ ഞാൻ രാഹുലിൻ്റെ അമ്മേനെ വിളിക്കട്ടെ, നീ വീട്ടിൽ പോ, രാഹുലിൻ്റെ വീട്ടിൽ പോ, കല്യാണം ഞാൻ നടത്തി തരും എന്ന് പറയണ്ടേ? ഇവനെന്ത് ചെറ്റേ നോക്കിയേ അല്ലേ? എന്ത് ചെറ്റേ നോക്കിയേ? ഇവനറിയാതെ അതുപോലൊരു പത്രസമ്മേളനവും ഈ ആസൂത്രണവും ഈ നാടകവും നടക്കും. ഇവൻ അത്ര നമ്പർ 1 നാടകല്ലേ? AICCയിലും മറ്റോടത്തും യൂത്ത് കോൺഗ്രസിന്റെ വനിതാ സെല്ലിൽ നിന്നൊക്കെ പറയിപ്പിച്ചിട്ട് ഇവന് ഉടനെ ഇത്രയും മൈക്ക് എങ്ങനെ ഇവന്റെ അടുത്ത് വന്ന്? ഈ പറവൂര് എത്ര തെരുവുനായുണ്ടെന്ന് എണ്ണയെടുത്തിട്ട് കണക്കെടുത്തിട്ട് വിവരാവകാശം എടുത്തിട്ട് എത്ര കോടി രൂപയുടെ വാക്സിൻ ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചിട്ട് നിയമസഭയിൽ കത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത VD സതീശനാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയണത്? ഞാൻ ഇവിടുന്ന് ഗുരുവായൂരിൽ ബസ് കയറി പോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വർക്ക് കാണാൻ, അസസ്മെന്റിന്. ഹൗ ഈസ് ഗോയിങ് ഓൺ? പല സ്ഥലത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്ററിൽ ചാണകം എടുത്തിട്ട് പൊത്തിയിട്ട് കണ്ടിട്ട് ഞാൻ കൈ കൊണ്ട് തുടച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഗൾഫ് സുഹൃത്തുക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. കാരണം അതൊരു മുലപ്പാല സാർ. അതായത് കോട്ടയിൽ ഇപ്പോൾ വേണുഗോപാൽ ഡൽഹിയിൽ ഇരിക്കുന്നത് കോട്ടയിലാണ്, NSS കോട്ടയില. ഇവരൊക്കെ ഈഴവ കോട്ടയിലും മറ്റേലൊക്കെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്ക് മുല കുടിച്ചിട്ട് അടി കൊണ്ടിട്ട് അവൻ്റെ ആ രക്തം, അവൻ്റെ ആ ജയിൽവാസം ഒക്കെയാണ് ആ കുട്ടിക്ക് വോട്ട് കിട്ടിയത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇപ്പം അവർ പത്രപ്രസ്ഥാനം നടത്തണ്ട, പത്രസമ്മേളനം നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ചാടുക. യെസ്, ഇതെൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. എനിക്ക് പത്രസമ്മേളനം വിളിക്കണം. 2 ടെക്നോളജി. താങ്കളുടെ ശബ്ദം ഞാൻ ഉണ്ടാക്കിയാൽ എൻ്റെ മോനുണ്ടാക്കും. അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഇത് ടെക്നോളജി കുറേ ഉണ്ട്. ഹരിതയുടെ കേസിൽ ഇവർ ശരിയായിട്ട് പഠിച്ചതല്ലേ മാഫിയ കളിക്കും എന്നുള്ളത്? അതിന് ഇവർ ചൂട്ട് കത്തിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? ഒരു രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ എളുപ്പമല്ല സാർ ഒരു പാർട്ടി താഴ്ന്ന ഭാഗത്തുനിന്ന്. അത് രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓക്സിജൻ കിട്ടിയത് ഇതിൽ നിന്നല്ലേ? ഈ ചെറുപ്പക്കാർ വന്നപ്പോഴല്ലേ? ഈ 3 ഇലക്ഷൻ വന്നതിൽ അത് തെളിയിച്ച് കാണിച്ചു കൊടുത്തില്ലേ? അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാനാണ് ഇതിൻ്റെ ഒക്കെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ VD സതീശന് പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ വീണ്ടും അയാൾ പൊട്ടത്തരം ചെയ്യുക. അത് സ്വന്തം കുടുംബം പോലുള്ള കുട്ടിയാണെങ്കിൽ ഇയാളിത് ചെയ്യേണ്ടത് രാഹുൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. മോളെ ആരോടും പറയണ്ട, നിനക്ക് അവനെ ഇഷ്ടമാണല്ലോ, അവനക്ക് നിന്നെ ഇഷ്ടമായിരുന്നല്ലോ, ഞാൻ നടത്തി തരും. ഇതല്ലേ നമ്മളൊരു പിതാവ്, ഒരു സഹോദരൻ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ ഇന്റർകാസ്റ്റ് മാരേജ് വരെ നടത്തി കൊടുത്തിട്ടില്ലേ നമ്മളിവിടെ? ഇത് ശരിക്ക് കളി എന്ന് പറഞ്ഞാൽ CPM ഇന്നും പിണറായി വിജയൻ ഇതിൻ്റെ ഒക്കെ പേരിലൊരു കേസുണ്ടായിട്ട് രാഹുലിനെ നേരെ ജയിലിട്ടിട്ട് ഇടിപ്പിക്കാം. പക്ഷെ ഇന്നും
പിണറായി വിജയൻ പോലും പേടിക്കുന്നത് ജനങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ LDF-ന് ഒരു ഒറ്റ വോട്ട് കിട്ടില്ല. അല്ല, ആ ബോധം പോലും ഇവനില്ലാതെ പോലും. കാരണം ഇവരും മിണ്ടാതിരുന്നിട്ട് ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ മൊണ്ണയെ കൊണ്ട് ഇതെല്ലാം അവനെ കൊല്ലാനുള്ള കഴുത്ത് വരെ കുരുക്കിലിടിപ്പിച്ച് വലിച്ച് കൊല്ലാനുള്ള പണി പോലും ഇവരെ കൊണ്ട് എന്ത് കൊടുക്കാന്നറിയോ? കാരണം ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അടച്ചിട്ട റൂമിൽ നടക്കുന്നതാ. നടന്നോ നടന്നില്ല എന്താ ചെയ്തെന്നുള്ളത് അവർക്ക് രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒന്ന്, നമ്മൾ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയേണ്ടത് വ്യഭിചാരക്കുറ്റം കളവും പറയുമ്പോൾ സാക്ഷികൾ ഉണ്ടാവണം, കൃത്യമായിട്ടിരിക്കണം, അല്ലാതെ ആരോപണം പാടില്ല. ചാനലുകാർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വിഷയം കണ്ടിട്ട് ഞങ്ങൾ ഗൾഫിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, നാട്ടിൽ പോരാൻ തോന്നിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സീനിയറാണ്, വിവാഹം കഴിച്ച ആളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ധൈര്യമായിട്ട് അമ്മ പറയാ കയറി പാടി ആരാണെങ്കിലും. അല്ല, ദൃക്സാക്ഷിയായിട്ട് ആ PC ജോർജ് എന്ന് പറയുന്ന അവൻ വിളിച്ചു കണ്ടോ? അവിടെ ഇറങ്ങി വന്നപ്പോ ഇങ്ങനെ ഒരു മറ്റേ പാടുണ്ടായിരുന്നു, ഇന്ന കൈലിയായിരുന്നു ഉടുത്തിരുന്ന. ഇവ ഒന്ന് ഓർത്തു നോക്കി. കോടികളാ അതൊക്കെ. സരിതനെ വിളിച്ച് പറയണ്ടല്ലോ, കോടികളാ അതൊക്കെ. ഈ കുട്ടിക്ക് 1 കോടി രൂപ ആയിരിക്കും ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കുക പിണറായി വിജയന്റെ അവിടുന്ന്. അപ്പൊ VS ശിവൻകുട്ടി പറയുന്ന കേട്ടോ, അത് എത്ര മോളിൽ പോയാലും താഴെ വന്ന് സമ്മാനം മേടിക്കേണ്ടി വരും. പണ്ട് കൊടിയേരി പറഞ്ഞു പാടത്ത് പണി വരമ്പത്ത് കൂലിന്ന്. ഇത് ഇവരുടെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് സ്വന്തം തട്ടകത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ ഇനിയിപ്പോൾ MLA രാജി, ഈ പാലക്കാട്ടേർ വോട്ട് ചെയ്തതിൻ്റെ രാജി ചോദിക്കാൻ ഇവരുടെ കയ്യിലുള്ളത് ആകെ ഒരു കൈപ്പത്തി ചിഹ്നമല്ലേ ഉള്ളൂ. ഇതിനെ ബൂസ്റ്റ് ചെയ്യണത് ഞങ്ങൾ പ്രവർത്തകരല്ലേ അല്ലേ? ഈ പശപ്പാത്രം ഇത് അട്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ ചെറുപ്പത്തിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം പശപ്പാത്രം എടുത്ത് പോകുമ്പോൾ ഒരുവിധം സൗകര്യമുള്ള വീട്ടിലിടാ കിടന്ന് ഉറങ്ങണമെന്ന് പറയും എൻ്റെ ഉപ്പൊക്കെ. അന്ന് ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സമ്മതിച്ച് പുറത്ത് വിട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ. ഇപ്പൊക്കെ കലക്ട്രേറ്റിന്റെ മതിൽ സാറേ, കലക്ട്രേറ്റിന്റെ മതിലൊക്കെ കാണുമ്പോൾ വളരെ ചെറുപ്പം. എൻ്റെ കാര്യം താറിയും പൊന്തി വന്നു. പണ്ടൊക്കെ പോലീസ് തല്ലുമ്പോൾ അതൊക്കെ ചാടി ഓടാണ്ടായി ബുദ്ധിമുട്ടറിയോ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ചെറുതാക്കി കിട്ടിയത്. അല്ല, താറിങ്ങി പൊന്തി. തൃശ്ശൂർ കലക്ട്രേറ്റിന്റെ കാര്യം പറയണത്. അപ്പൊ EK നായനാരുടെ കാലത്തൊക്കെ അടി കിട്ടിയിട്ട്, അടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മീഡിയാസ് വളർന്ന കാരണം പീഡനമൊന്നും ഇങ്ങനെ സ്ക്രീനിൽ വരില്ല. ഞങ്ങളൊക്കെ മൃഗീയമായി തല്ല് കിട്ടിയിട്ടുള്ള ആൾക്കാരാ. വീട്ടിൽ വരാതെ പാർട്ടി ബസ്സിൽ കിടന്നുണ്ട് രക്ഷിതാക്കളെ അടയാളം കാണാതിരിക്കാൻ. അതിന്റെ ഒരു വേറൊരു പതിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാ. ഇവരൊന്നും പോയിട്ട് ആരും കണ്ടിട്ടൊന്നുമല്ല. ഞാൻ പോയതല്ല അവിടെ. ആ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ അത് അവന് അഡ്വാൻറ്റേജ് ആയി തീർന്നു. ഇപ്പൊ വേണ്ടത് ചാടുക, സ്വതന്ത്രനായിട്ട് മത്സരിക്കുക, പറവൂര് മത്സരിക്കുക, ഓപ്പൺ ചെയ്ത് കാണിക്കുക. അല്ലെങ്കിൽ ഗുരുവായൂർ വരട്ടെ, സ്വതന്ത്രനായിട്ട് നല്ലൊരു പ്രകടന പത്രിക ഞാൻ കൊടുക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 8 മണിക്ക് ശേഷം ബസ്, തൃശ്ശൂരിൽ നിന്ന് ബസ്സില്ലാത്ത നാടാ ഗുരുവായൂർ. ഇതുവരെ ഇവിടുത്തെ LDF-കാരനും കോൺഗ്രസ്സുകാരനൊന്നും നേരെ കിട്ടിയിട്ടില്ല പറയാൻ. എല്ലാ ബസ്സുകാരും ആളില്ലാന്ന് പറഞ്ഞിട്ട് ഓട്ടം നിർത്തിയേക്കുക. നല്ല അസ്ഥിലൊരു പ്രകടന പത്രിക കൊടുത്തിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് ചാവുട്ടി കൂട്ടണം സെക്രട്ടേറിയറ്റിലിട്ട്. ഇവൻ അഥവാ പറവൂരിന് ആരെങ്കിലും വോട്ട് കിട്ടിയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ചാവുട്ടി കൂട്ടണം. ഈ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ വളഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഞങ്ങൾക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട് അതിൽ. ഇത് പറവൂക്കാർ എന്ന് പറഞ്ഞാൽ പറവൂക്കാർ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പൊതുസമൂഹത്തിനോട് പറഞ്ഞോ, ഇത് രാഹുലിൻ്റെ നല്ല സമയമാണ്. ചാനല് ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നോടുമ്പോൾ എൻ്റെ ഭാര്യ ഡൈവേഴ്സ് ചെയ്യുമോ? സതീശൻ ആണോ അതൊക്കെ തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യനെ കൊണ്ടൊന്ന് വിളിപ്പിക്കട്ടെ. സതീശൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് തൃശ്ശൂർക്ക് 4 പ്രാവശ്യം വിളിപ്പിച്ചിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തുന്നൊന്ന് ചോദിക്കിട്ടോ. എത്ര ദിവസമായി ഇങ്ങോട്ട് കണ്ടിട്ട് സതീശ് ചേട്ടനെ എന്ന് ചോദിച്ചാൽ ഇവൻ ഡൈവേഴ്സ് കൊടുക്കുമോ? ആ പെണ്ണ് ഡൈവേഴ്സ് ചെയ്യുമോ? നാണുണ്ട് ഇവനൊക്കെ സാറേ. അല്ല, അങ്ങനെയല്ല. ഒന്നുകിൽ കേരളത്തിലെ മുഴുവൻ ജനതനെ പൊട്ടനാക്കുകയാണോ അവൻ? അല്ല. ഇവർക്ക് എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ? ഇല്ല. ഇനി അഥവാ കുട്ടിക്ക് മാനസിക രോഗം ഉണ്ടോ? അല്ല. 1 കോടി രൂപ വല്ലവരും കൊടുത്തു, അതിൽ നിന്ന് പകുതി കാശ് പാർട്ടി ഫണ്ടിങ് കൊടുത്ത് ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം, ഇവൻ ആദ്യം വെച്ചാൽ. ഇതേ പെണ്ണ് തിരിച്ചു പറഞ്ഞാലും എൻ്റെ പേരിൽ ഞാൻ തിരുവനന്തപുരം MLA ക്വാർട്ടേഴ്സിൽ പോയപ്പോൾ എന്നെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞ പോരെ. BNS-ൽ ഇലക്ഷൻ്റെ തലേദിവസം പറയിപ്പിച്ചാൽ പോരെ. എന്ത് കളവ് പറയാലോ. ഞാനിവിടെ ലീഗൽ സർവീസസിൽ പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഗൽ എയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. ഇവിടെ വെറുതെ നടക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ട് NGO-യുടെ ഭാഗമായിട്ട് ഒരുപാട് കള്ളക്കേസ് ഇട്ടിട്ട് ഇവിടെ വലിയ വലിയ മുതലാളിമാരെ കാശ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്. കുഞ്ഞു സരിതകൾ. ഇവള് സെക്കൻഡ് സരിതയാണ്. ഒന്ന് വളർത്തു ദോഷം. ആ അമ്മ എത്ര കരയുണ്ടാവുന്നവരിപ്പോൾ രാഹുലിൻ്റെ
കാരണം അവർക്ക് പൊളിറ്റിക്സ് അറിയില്ലല്ലോ. അവര് ഈ രാഹുൽ എത്ര കാര്യം ഉണ്ടാവും. തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ ടെക്ന് ഈ ഓഡിയോയില് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് സാറേ, പൊതുസമൂഹത്തിനോട് പറയാനാ. ഓഡിയോയിൽ അവർ ആ സ്ത്രീ പറയണു, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നിന്നോട് വളരെ ബഹുമാനപൂർവ്വം സംസാരിച്ചിട്ടുള്ളൂ, ഞാൻ സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടുള്ളൂ. 3 വർഷമായിട്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇപ്പോഴത്തെ വിക്ടിം എന്ന് പറഞ്ഞ ആൾ പറയണത് 3.5 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ 6.5 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 6.5 വർഷം മുമ്പ് ഇയാൾ MLA അല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എല്ലാവരും അല്ല. 6.5 വർഷം മുമ്പ് ഈ സ്ത്രീക്ക് എന്താണ്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഓഡിയോ കേട്ടാൽ എല്ലാവർക്കും അറിയാം, കേരളത്തിന് മുഴുവൻ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് തന്നോട് ഞാൻ വളരെ സ്നേഹത്തിലാണ് സംസാരിക്കണമെന്ന് രാഹുൽ എന്ന് പറഞ്ഞ വോയിസിന്, ഈ ഫീമെയിൽ വോയിസ് പറയണു. ഈ സ്ത്രീ ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ കാണുന്ന സ്ത്രീ പറയുന്നു 3.5 വർഷം മുമ്പാണ്. അപ്പം അത് 6.5 വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ആയിരുന്നു? ഡൽഹിയിലോ? ആരായിരുന്നു? ഈ പെൺകുട്ടിക്ക് അന്ന് എത്ര വയസ്സാണ്? ഇത് പണ്ട് ഈ 1921 സിനിമയിലെ ഇവിടെ ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ പോകുന്നുണ്ട് സാറേ. തെറ്റിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. 1921 സിനിമയിൽ ഹീറോ ഹോണ്ട വണ്ടി വന്നിടുമ്പോൾ ഞാൻ പറഞ്ഞു ഫെയിലിയറാണ്, സിനിമ ഫെയിലിയർ. അത് ശ്രദ്ധിക്കണ്ടേ? ഇത് ഏതെങ്കിലും പഴയ രാജദൂത് ഓടണ്ടേ? പഴയ മോഡൽ രാജദൂത് ഒപ്പിക്കണം, അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്യണം. അതുപോലെയാണ് ഇപ്പം ഇത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നിന്നോട് വളരെ സ്നേഹത്തിലാണ്. നീ നിന്റെ സുഹൃത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ അടുത്ത് വന്നുള്ളത്. ഇതൊക്കെ നമുക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. ഈ കോള് ചെയ്തിട്ട് ഇപ്പോൾ സാധാരണ മൊബൈലിലൊക്കെ കിട്ടും. പക്ഷെ സാധാരണ സ്ത്രീകളും ഉമ്മൻചാണ്ടിനെ പോലും അവിശ്വസിച്ച സ്ത്രീ സമൂഹമാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ. ഇപ്പം അവർ കണ്ണീരൊക്കെ ആക്കുന്നുണ്ട്. അത് അവരുടെ ശാപം. അത് ചെറുപ്പക്കാരനായ രാഹുൽ എന്തായാലും ചെയ്യും എന്നുള്ളൊരു ധാരണ വരും. അതിപ്പോ CPM പോലും ഇപ്പോഴും സൈലന്റാ. അവർക്കും വിഷമമാണ് ഈ കേട്ടിട്ട്. കാരണം എന്താ കാര്യം? CPM പോലും വിഷമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അല്ല, അവർക്കറിയാം ഇത് തിരിച്ചടിക്കും. ഇത് കടൽ ഉൾവലിയുന്ന പോലെ ഇത് വരുന്ന സുനാമി വരുന്നത് താങ്ങാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം. താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കെ കരുണാകരനെ തോൽപ്പിച്ച മണ്ഡലമാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം പാർലമെന്റ് MP. ഒന്നും വേണ്ട, നാരായണനെ തോൽപ്പിച്ച ഒറ്റപ്പാലത്ത്, നാരായണനെ തോൽപ്പിച്ചിട്ടൊരു ആരും അറിയാത്തൊരു SG-വരാണെന്ന് പറഞ്ഞൊരു MP ഉണ്ടാക്കിയത് ഒറ്റപ്പാലം നിയോജക മണ്ഡലം. എന്താ കാര്യം? കോൺഗ്രസ്സുകാരുടെ ഉള്ളിലത്തെ കളികൾ കണ്ടിട്ട് ചവിട്ടിക്കയറ്റി. സാറ്, ഇവിടെ ഞാൻ മുസൽമാനാ. ഇവിടെ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് 74,000 നോട്ട് കിട്ടിയത്? എൻ്റെ വാർഡിൽ 18 വോട്ട് ഭൂരിപക്ഷം. എന്താ കാര്യം? വരണ്ടാന്ന് ഈ കളി. ഇവർ വിചാരിക്കുക LDF വരുന്നു, കേരളം വിചാരിക്കുക LDF വരുന്നു. BJP ലീഡ് ചെയ്യ 3ാം മുന്നണി ഉണ്ട് ഇവിടെ പുറത്തേ. 3ാം മുന്നണി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നിയമസഭ ക്ലിയർ ആവും. ഒരു 10-15 ആൾ കയറിയിട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ. VD സതീശനൊക്കെ കുത്തകാക്കി വെച്ചിരിക്കുക 7.5 കോടി രൂപയുടെ മെസ്സുകൾ കൊണ്ടിട്ട്. എന്തിനാ സാർ ഇപ്പോൾ അത് വേണ്ടത്? 7.5 കോടി രൂപയ്ക്ക് വീണ്ടും റിന്യൂവേഷൻ നടത്തിയ മെസ്സുകളിലാണോ ഈ കടം വാങ്ങിച്ച് കൂട്ടുന്ന നിയമസഭയിലെ നമ്മൾ 140 ആൾ ഭക്ഷണം കഴിക്കുന്നത്? പറ്റില്ല സാറിന് പറയാൻ പറ്റാത്തവൻ തേണ്ടി. CPM-രെ ചെയ്യണേക്കാൾ ക്രൂരമായ കാര്യം ഇവരാരോ തീരുമാനിക്കാൻ. ഇവൻ ശരിക്കും ഒരു സൈലന്റ് പാർട്ണർ അല്ലേ? ഇവരുടെ സകല കള്ളക്കമ്മട്ടങ്ങളും കുടപിടിച്ച് സൈലന്റ് ആയിട്ട് ഇരുന്ന് കൊടുത്തതിന്റെ കമ്മീഷൻ പറ്റുന്ന വെറും ഒരു കമ്മീഷൻ മാസപ്പടി നാറിയല്ലേ? അല്ലെങ്കിൽ ഇന്ന് കേരളം വേറെ വല്ലവരാണെങ്കിൽ കേരളത്തിൽ ദിവസം 4 സമരം കാണില്ലേ? ഇവൻ ചെയ്യിക്കില്ലല്ലോ. ഒന്നോർത്തുക, ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് എടുത്ത് മാസം വാടക കൊടുത്തിട്ട് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട്, ആ ഹെലികോപ്റ്റർ അവിടെ ചാലക്കുടിക്ക് എടുക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ഇവന്റെ കുഞ്ഞമ്മയുടെ സാരി അലക്കി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് അതല്ലേ? അതെ ശരി. ഇത് ഇങ്ങനെ എത്ര 400 കോടി രൂപയുടെ ഒരു പ്രൊജക്ഷൻ കൊണ്ടുവരാ, ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരാ. 400 കോടി രൂപയുടെ വാക്സിൻ ഇറക്കുമതി ചെയ്യണു നമ്മൾ ഈ നായ പേവിഷം ബാധിക്കുന്ന റാബീസ് വാക്സിൻ. ഇത് 15 കൊല്ലം സൈലന്റ് ആണ് സാർ. ഇങ്ങനെയാണ് സാർ. നമുക്ക് 1 കോടി രൂപ വെച്ചിട്ട് അഡോപ്ഷൻ സെന്റർ തുടങ്ങിയാൽ ഒരുപാട് ഭൂമി നമുക്ക് കിടക്കുന്നുണ്ട്. ഡൽഹി പോലെ അല്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണ്ണുത്തിയിൽ അവിടെ ഇവിടെയൊക്കെ ഭൂമികളുണ്ട്. ഈ ഭൂമികളിൽ അഡോപ്ഷൻ സെന്റർ തുടങ്ങി കഴിഞ്ഞാൽ ഈ നായ്ക്കളൊക്കെ അവിടെ കൊണ്ടുപോയിട്ടാൽ മൃഗസംരക്ഷണ വകുപ്പിന് ചുമതല കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനക്കാർ പഠിക്കാൻ വരും സാർ എന്ന് പറയാൻ പറ്റിയ നേരല്ലവന്. ഇവൻ സണ്ണി ജോസഫിനെ കൊണ്ടുവരണം. അതായത് സകല വർക്കുകളും ഈ പറയുന്ന
ഊരാളുങ്കൽ സൊസൈറ്റിക്കും കിഫ്ബി എന്നും പറഞ്ഞ് മറിച്ച് കൊടുത്തിട്ട് ഇതിന്റെ കമ്മീഷൻ അടിച്ച് മിണ്ടാതെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ തമ്മി തല്ലുന്നതിനേക്കാളും നല്ലത് പ്രതിപക്ഷത്ത് അടുത്ത വർഷവും ഇരുന്ന് ഇതുപോലെ ഇതിന്റെ ഒരു ഓഹരി മേടിച്ച് ഞണ്ണുന്നത് അല്ലേ നല്ലതെന്ന് പറഞ്ഞ് ഇവൻ ശരിക്ക് ഇവന് കൃത്യമായിട്ട് അറിയാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരാളെ കൊലക്കെറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടിത്തറ തകരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രസ്ഥാനത്തിന് വേണ്ടി വിക്ടിമൈസ് ചെയ്യുമ്പോൾ അതിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നിമിഷം വേണ്ടു. പക്ഷെ ഇതിൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന മനോവേദന അല്ലേ. പക്ഷെ അതിൻ്റെ ഒപ്പം ദൈവം നിൽക്കും. അല്ല ഇപ്പോൾ പോലും നമ്മൾ പോലും ഞാൻ എന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, വിളിക്കാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 ദിവസം ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ ചെവിയെല്ലാം പൊട്ടി തകർന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കാരണം ഇത്രയും ഈ വന്ന കോളുകളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് ഞാൻ സംസാരിച്ച് ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, ഇദ്ദേഹമായിട്ട് നമുക്ക് യാതൊരു ആത്മബന്ധമുള്ള ഒരു മനുഷ്യനല്ല. ഒന്നുമില്ല. എന്തിനു വേണ്ടി ഇവിടെ പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഒരു കഥാപാത്രം സിനിമയിൽ പോലും അവസാനം വധിക്കപ്പെടില്ല. എന്താ കാര്യം, പിറ്റത്തെ ഷോന് ആളെ കിട്ടില്ല. അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യുള്ളൂ. ഇത് എന്ത് കൊല ഇവര് ചെയ്യണത്? ഇങ്ങനെയാണ് ഒരാളെ വിക്ടിമൈസ് ചെയ്യുക ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിംവർക്കി വേണമെന്ന് AICCക്ക് എഴുതിയിട്ടുണ്ട്, മറ്റുള്ള വേണമെന്ന് അച്ഛൻ. അപ്പൊ അച്ഛൻ ആരെ കൊന്നെന്ന് മനസ്സിലായില്ലേ? അതായത് അച്ഛൻ മരിച്ചു കിടക്കുമ്പോ മൂത്ത ചേട്ടനും അനിയനും കൂടിയിട്ട് ആ പറമ്പ് ഈ പറമ്പും പറയുമ്പോ, അതായത് രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. ഒന്നൊരു മീഡിയ ടെററിസം. അതായത് ശരിക്കും ഈ മീഡിയകൾ, അതായത് ഇത്രയും വലിയ കോടതിയിൽ ലിറ്റിഗേഷൻ വന്നിട്ട്, സുപ്രീം കോടതിയിൽ ഇവിടെ ലിറ്റിഗേഷൻ വന്നിട്ട് ഇതിനൊരു 1.5 കോടി രൂപ കെട്ടിവെച്ചതിന് ശേഷം ന്യൂസ് പുറത്തുവിടാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഗതി വന്നിട്ട് ഇതിൽ മാനനഷ്ടം ഉണ്ടെങ്കിൽ ഉടനെ ആ പൈസ കട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇവളാർക്ക് ഒന്നുള്ളൊന്നും ഈ പന്നിയുടെ ചുണ്ട് പോലെ അവളൊന്നും കൂടുതൽ ഡയലോഗ് പറയില്ല. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇത് പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള ഇതൊരു ഒരു മീഡിയ സ്പോർട്സ് സൈഡ് ഇത്തരത്തിലുള്ള ഒരു ടെററിസമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്നേരം തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ഒരു പരാതി പോലും ഇല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നു അത് ഇവര് സമ്മതിക്കില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒന്നും എതിർത്ത് പറയാൻ പോലും ഒക്കെ പോട്ടെ ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്യാം, നീ അവിടെ ഇരുന്നാൽ മതി, മിണ്ടാതിരുന്നാൽ മതി, അടുത്ത ഇലക്ഷൻ സീറ്റും കൊടുക്കും. പക്ഷെ അത് അപകടം. എല്ലാവരും ഓർത്തിരിക്കുന്നത് ഇവൻ തെറ്റിയതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് പൊട്ടിച്ച് ചാടേണ്ടത്. അദ്ദേഹത്തിന്റെ മദറാണ് ഇപ്പോൾ പത്രസമ്മേളനം വിളിക്കേണ്ടത്. ഞങ്ങളെ ഏറ്റെടുക്കാൻ, കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറ്. ഇവിടെ വരാൻ പറയും. ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. സാറ് പൊക്കോളൂ ഇത് വെച്ചിട്ട്. ഈ ക്യാമറക്കാരും ചെല്ലില്ല. കാരണം അവർക്കറിയാം ഇത് ക്രിയേറ്റഡ് ആണെന്ന്. ഇപ്പൊ തന്നെ ഏതോ ഒരു ചാനലേരും പറഞ്ഞിരുന്നില്ല ഇനിയും ഇരിക്കണമെന്ന്. അതാ പറഞ്ഞ ആ മണ്ടൻ അവൻ ആവേശപൂർവ്വം അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി ഞങ്ങളുടെ കയ്യിൽ 3 എണ്ണം കൂടി ഇരിക്കുകയാണെന്ന്. പൊട്ടൻ. അതല്ലേ അത് കേരളത്തിൽ മാത്രമല്ലോ. ഏതൊരു ഓഡിയൻസ് എവിടുന്നോ കർണാടകത്തിൽ എന്തോ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, കേരളത്തിൽ ജനങ്ങൾക്ക് വരില്ലാണ്ട് അടിച്ച് കയറി അടിച്ച് തല്ലി പൊളിച്ചിട്ടുണ്ടാവുന്നു. സത്യം. അതെങ്ങനെ കുടുംബത്തിന് എന്ന് പറഞ്ഞ അപ്പന്റെ സ്ഥാനത്ത് ഇരിക്കുന്നവൻ തന്നെയാണ് കഴുത്തിൽ ചവിട്ടി പിടിച്ചേക്കുന്നത്. അതാണ് അത് പൊട്ടിച്ച് ചാടണം. ചില കുട്ടികളുണ്ടല്ലോ വീട്ടിൽ, ഇപ്പം MT വാസുദേവൻ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, തറവാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ താഴെ ചെക്കൻ പോയിട്ട് രക്ഷപ്പെടുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടൻ ചെയ്യേണ്ടത് ഉടനെ പത്രസമ്മേളനം വിളിക്കുക, ഞാൻ തയ്യാറാണ്. അത് 6.5 വർഷം മുമ്പ്, നമ്മളെക്കാൾ കൂടുതൽ അവർക്കൊക്കെ അറിയാം, 6.5 വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ആയിരുന്നു. ആ പെണ്ണ് പറയേണ്ടത് 3 വർഷം, ഈ കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങളെ ബഹുമാനപൂർവ്വമാണ് വിളിച്ചതെന്നൊക്കെ ആ ഓഡിയോയിൽ ഉണ്ട്. ഈ ചിലപ്പോൾ പിണറായി വിജയൻ ശിവൻകുട്ടിയും കൂടി അടുത്ത സിലബസിൽ 3ാം ക്ലാസ്സിൽ ചോദ്യം എടുക്കും അതിൽ പഠിക്കാൻ കുട്ടികൾക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരൊക്കെ പീഡിപ്പിച്ചു. നാണം കെട്ട 10 വർഷം അത് ഇവർ രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ജനങ്ങളൊക്കെ ഇപ്പോൾ വോട്ട് ചെയ്യണത്. അതെ, അതുപോലെ സത്യം പറഞ്ഞില്ല ഈ ഒരു അവസരത്തെ രാഹുലിന് ഇവന്മാർക്കൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് വിനിയോഗിക്കാൻ ഒരു സുവർണാവസരവുമല്ലേ. അതായത് ഇപ്പൊ ഇവന് മനസ്സിലായി, സതീശന് മനസ്സിലായി ഇത് അബദ്ധമായി പോയി, കാര്യം പാളി എന്ന് മനസ്സിലാക്കി. ഇവൻ അടുത്ത ദിവസം തിങ്കളാഴ്ച ഒരു പത്രസമ്മേളനം വിളിക്കുക. ഇത് ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ച പോലെ ഒരു വ്യക്തിഹത്യയും പാർട്ടിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ഞങ്ങളൊരു അന്വേഷണ സമിതിയെ വെച്ചു. അവർ കണ്ടെത്തി. നിങ്ങളുടെ ആരോപണം വന്നപ്പോഴേ ഞങ്ങൾ ഇവനെ മാറ്റി നിർത്തി. ആ ആർജവും ഞങ്ങൾ കാണിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇതാ പറയുന്നു, ഇത് ഫാബ്രിക്കേറ്റഡും കെട്ടിച്ചമച്ചതും പാർട്ടിയെ നശിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കി ആ പഴയ പദവിയിലേക്ക് ഞങ്ങൾ ഇവരെ തിരിച്ചു കൊള്ളുന്നു. ഞങ്ങൾ ഒരുമിച്ച്
ഞങ്ങൾ ഒരുമിച്ച് ഇദ്ദേഹത്തോടൊപ്പം നിൽക്കും. ജയിലിൽ പോകേണ്ടി വന്നാൽ സകല പ്രവർത്തകരടക്കം ഇവരോടൊപ്പം ഞങ്ങൾ ജയിലിൽ കയറാൻ ഈ ഒരു സന്ദേശം ഇവൻ വിളിച്ചു പറയുവാണെന്നുണ്ടെങ്കിൽ ഈ എതിർത്ത് നിന്ന സകല ആളുകളും ഇവരോടൊപ്പവും തമ്പിങ് മജോറിറ്റിയോടുകൂടി സകല ജനങ്ങളും ഇവന്മാരെ നെഞ്ചിലേറ്റത്തില്ലേ? എന്നിട്ട് പാലക്കാട് ജില്ലാ സമ്മേളനം വിളിക്കുക, KPCCയിൽ പറഞ്ഞിട്ട് പാലക്കാട് ജില്ലാ സമ്മേളനം വിളിച്ചിട്ട് ആ മൈതാനത്ത് അങ്ങോട്ട് കൂടെ എല്ലാവരും. അതെ, ഒരു രാജകീയ വരവേൽപ്പ്. അതായത് ഇവന്റെ വീട്ടിൽ നിന്നും ഇവന്റെ അമ്മയെയും രാഹുലിനെയും കൊണ്ടുവന്ന് സാറിനെ കൊല്ലാൻ വിചാരിച്ചിട്ടാണ് ഈ ആള് തയ്യാറായില്ലെങ്കിൽ സാറിനെ രക്ഷപ്പെടുത്തില്ല. ഇത് കൊല്ലാൻ വേണ്ടി ചെയ്തത് അല്ലാതെ അബദ്ധം ആൾക്കാർ ഇത് കൊല്ലം അതിന്റെ കൊട്ടേഷൻ മേടിച്ചു കഴിഞ്ഞു, അതിന്റെ ഫുൾ എമൗണ്ടും മേടിച്ചു കഴിഞ്ഞ ഒരു കൊലപാതകയുടെ അവസ്ഥയിലല്ലേ ആളെ തയ്യാറാക്കി. ഇപ്പൊ സാധാരണ കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മകളെ അച്ഛനെങ്ങനെയുണ്ട് മോനെ അപ്പനെങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുന്ന ഒരു ബന്ധമല്ല അത്. അല്ല, ഈ പാർട്ടി പ്രവർത്തകർ ആരും ചോദിക്കാത്ത എന്ത് പറവൂർ വെസ്റ്റിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളുമായിട്ട് ദേശാഭിമാനിയുടെ ഈ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഈ ചങ്കുരു ഉണ്ടാവില്ല. ഇവരൊക്കെ തിരുവനന്തപുരത്ത് വിറ്റെടുക്കുന്ന ആൾക്കാരാ. പറവൂരത്തെ ആൾക്കാർക്ക് ഇനി പ്രതികരിക്കണം വെച്ചെങ്കിൽ അടുത്ത ഇലക്ഷൻ പെട്ടി വരണം. സതീശൻ അവിടെ നിൽക്കട്ടെ, VD സതീശൻ. സതീശൻ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായാലും എന്ത് ചെയ്യും? അതായത് ഇവൻ ഇത്രയും കൊള്ളരുതായ്മകളും കള്ളക്കമ്പട്ടകളും നടത്തി ഇങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കളിപിടി കൂട്ടുമ്പോൾ പറവൂർ സ്വന്തം മണ്ഡലത്തിൽ നാണം കെട്ട പരാജയം ഉണ്ടായാലും എന്ത് സംഭവിക്കും? എവിടെ നിന്നാലും സംഭവിക്കട്ടോ. അതായത് യൂത്ത് കോൺഗ്രസ് ഉടക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ഒറ്റപ്പാലം, പണ്ടത്തെ തൃശ്ശൂര് ഒക്കെ ഇപ്പോഴത്തെ തൃശ്ശൂര് ഒക്കെ സംഭവിക്കും. ഈ ചരിത്രമൊക്കെ സതീശൻ അറിയാമായിരിക്കുമോ? അവരിപ്പോഴും ഈ ലോണ്ടറിന്ന് നല്ല പെർഫ്യൂംഡ് തേച്ച ഇത് ഇട്ടിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഈ ഇപ്പോൾ നമ്മുടെ വഖഫ് ബോർഡ് ബില്ലിന്റെ വിഷയത്തിൽ ആ കോഴിക്കോട് പോയിട്ട് ലീഗിന്റെ സമ്മേളനത്തിൽ പോയി സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടെ എല്ലാവരും പറഞ്ഞു ചാടിയിട്ട് കോൺഗ്രസ് ഇതിന്റെ പിന്നാലെ പോകും. അതൊക്കെ ശരിക്ക് ഇമ്പാക്ട് പഠിച്ചതിന് ശേഷം ചെയ്തത് പൊളിറ്റിക്സ്. അത് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയുടെ മുലപ്പാൽ കുടിച്ച് വളരാന്ന് പറഞ്ഞാൽ അത് CIT-കാരനായാലും BJP-കാരനായാലും RSS-കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ചെറുപ്പത്തിൽ അതിന്റെ മുലപ്പാൽ കുടിക്കാന്ന് പറഞ്ഞാൽ വിവിധ ഘടകകക്ഷികളും മറ്റവരായിട്ട് തർക്കങ്ങളൊക്കെ കേട്ടിട്ട് അതിൽ നിന്ന് പൊന്തി വരുമ്പോൾ KSU എന്ന് പറഞ്ഞാൽ വെറും വിദ്യാർത്ഥി രാഷ്ട്രീയം. പക്ഷെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാരെ മൊത്തം യൂത്ത് കോൺഗ്രസിൽ ചേർത്തിട്ട് ഇത്രയും നല്ലൊരു സേന ഉണ്ടാക്കിയിട്ട് 2.5 ലക്ഷം വോട്ടിന് സംഘടനാ തലത്തിൽ വിജയിച്ച ഒരാളെ ഒരു കോട്ടയിൽ മാനേജ്മെന്റ് കോട്ടയിൽ വന്ന് വെറും ഒരു സ്റ്റുഡന്റ് ഈ സതീശൻ അവനെങ്ങനെ രാജി ചോദിക്കണതെന്ന് പത്രക്കാർ പോലും ചോദിച്ചില്ല. ഹൂ ആർ യു എന്ന്. കാരണം പത്രക്കാർക്കും ആവശ്യം എന്റെ രാജിയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാനൽ മുതലാളിമാർ ഈ പറഞ്ഞു കൊടുത്തേക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് അവനെ ഇന്ന് എങ്ങനെങ്കിലും പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് അവന്റെ ഇന്ന് പ്രഷറൈസ് ചെയ്ത് അവന്റെ രാജി ഉറപ്പാക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കൊട്ടേഷൻ. അത് സംഭവം ചെയ്തോണം. എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാവോ, എങ്ങനെയൊക്കെ പ്രഷറൈസ് ചെയ്യിപ്പിക്കാവോ, പറ്റുമെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്താൽ അത് നമുക്ക് നല്ല വിജയമായിരിക്കും. നമുക്ക് 2 ഗുണങ്ങളുണ്ട്. മറ്റേ പൈസയും കിട്ടും. ഇത് വെച്ച് നമുക്ക് ഒരാഴ്ച ആഘോഷിക്കാനെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയല്ലേ ഉള്ളത്. അത് ചെയ്യില്ലല്ലോ. അത് ആ കുട്ടീനെ അവർ പെട്ടിയിലിട്ടേക്കണം, പെൺകുട്ടീനെ ഞങ്ങൾ പെട്ടിയിലിട്ടേക്കണം, രാഹുലിനെ നിങ്ങൾ പെട്ടിയിലിട്ട്, എന്നിട്ട് നമുക്കാണ്ട് ഏറ്റെടുക്കാൻ, എന്നിട്ട് ഇവനങ്ങോട്ട് കൊല്ലാം. ആ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ വേറെ വല്ലവരെ പറയണെങ്കിലും പറയാം. ഇപ്പൊ നമ്മളിത് സംസാരിക്കുന്നത് ശരി തന്നെയല്ല. കേരളത്തില് അതായത് ഉമ്മൻചാണ്ടിയെ മനസ്സ് തകർത്തും മനസ്സ് ചങ്ക് പൊട്ടി അയാൾ ഇല്ലാതാകണം എന്നൊരവസ്ഥ ആഗ്രഹിച്ച പോലെ തന്നെ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ മരണം തെരഞ്ഞെടുപ്പ് വിജയമാക്കിയ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഇതുപോലെ ചങ്കുപൊട്ടി ഹൃദയം തകർന്ന് ഇവൻ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്താൽ ആ പച്ചയിൽ ഇവന്മാർക്ക് തിരിച്ചു വരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം കൂടെ ഈ നെറികെട്ട നാറികൾക്കുണ്ടാവില്ലേ? അത് പഠിക്കാതെ ചെയ്യണതല്ലേ. രാഹുലാണ് ഞങ്ങളുടെ ജീവൻ, രാഹുലാണ് ഞങ്ങളുടെ ജീവനാടി. അതുകൊണ്ട് ഈ കുട്ടിയുടെ അപ്പനോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഞങ്ങളോട് കളിക്കണമെങ്കിൽ നിങ്ങൾ കോടതി പോകും. ഇനി ഈ കല്യാണം നടത്താനാണെങ്കിൽ 6 വർഷം മുമ്പ് ഇവർ ഇഷ്ടമായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ കുട്ടിക്ക് വേറെ ജീവിതമല്ലെങ്കിൽ ഞാൻ വരാം, ഞങ്ങൾ നടത്തി തരാം. ഇത് കഴിഞ്ഞ ഒരു മനുഷ്യനും അറിയില്ല. ഇത് പുറത്ത് പറയലാണ് ആവശ്യം. അച്ഛൻ അമ്മയുടെ ഒപ്പം കെടുക്കണേ എന്ന് പറയില്ലേ, അല്ലേ? അതാണ് അത്ര ഉണ്ടായുള്ളൂ. പക്ഷെ ഇതില് ഈ 30-35% സാധാരണ ജനങ്ങൾ എന്നുള്ളൊരു ധാരണ വരും. അത് കോൺഗ്രസിനോടാണ് തോന്നുക, അല്ലാതെ വെറും രാഹുൽ മാങ്കുട്ടത്തിനോടല്ല തോന്നുക. കോൺഗ്രസ്സുകാരൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിച്ച് നാളെ LDF പ്രചരണം തുടങ്ങും. ഇപ്പൊ ഈ കോഴിയുടെ ഫോട്ടോ വെച്ചിട്ടും കോഴീനെ റോട്ടി പിടിച്ചിട്ടും ചെയ്ത ആൾക്കാർ ഇവിടെ ഈ സതീശന്റെ വാർഡിലും ഇതൊക്കെ തന്നെ ചെയ്യും എന്നുള്ളതൊന്നും ഈ പൊട്ടനെ അറിയില്ല. കാരണം അവർ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഇവര് ലോ കോളേജിലും KSUവിലും ലോ കോളേജിലൊക്കെ പഠിച്ചിട്ട് നേരെ
KPCCയിലും മറ്റിടത്തും പോയിരിക്കാന്നല്ലാതെ നമ്മൾ ചായക്കട രാഷ്ട്രീയം, അതൊരു കിലോ ആട്ടമാവിന് എത്ര വെള്ളം ഒഴിക്കേണ്ടി വരും എന്ന് ചോദിച്ചിട്ട് ആ പശ കലക്കിയിട്ട് നേരത്തെ ഒരു ചങ്ങാതി പറഞ്ഞില്ലേ, കൈപ്പത്തി ചിഹ്നം വരയ്ക്കുമ്പോൾ പുറകിന്ന് അടിച്ചിട്ട് ഓടുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളർന്നു വന്നവർക്കാണ് ഇതിന്റെ പൾസ് അറിയുള്ളൂ. അതാണ് മുലപ്പാൽ എന്ന് പറയണത്. ആ ഇടി കൊണ്ടവന്റെ ആ വേദന അനുഭവിച്ചവന്റെ അവരൊന്നും ഉറങ്ങിയിട്ടില്ല ഇത്രയും ദിവസങ്ങളായിട്ട്. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാതിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ഇപ്പൊ നമ്മുടെ പോലും അതാണ്. ഇത് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് ഒരു കുട്ടിക്ക് കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുന്നതാണ് വി ഡി സതീശൻ. മറ്റത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ റോട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ വളർത്തി അതിനെ പ്രസവിപ്പിച്ചിട്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടിയിട്ട് കുറേ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ പാല് കറന്നെടുത്തിട്ട് കുടിക്കുന്ന അതിലാണ് അവർ വരുന്നത്. അത് രണ്ടും രണ്ടാ. ശരിക്കും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ ഈ കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കണം. അവർ പോളിസി പ്രൊസീജിയർ വേറെ ഉണ്ടാക്കിയിട്ട് വേറെ ഇപ്പോഴും കുറേയൊക്കെ വേറെയാണ്. കോൺഗ്രസിൻ്റെ യോഗത്തിലൊന്നും യൂത്ത് കോൺഗ്രസിലൊന്നും കാണാറില്ല. ഞാൻ ചോദിക്കാറുണ്ട്. അത് അവർ 10 കാവന്മാർ നടക്കണം. പക്ഷേ ഇത്തരം രാജിവെക്കാൻ പറയാം ഇവർ മിടുക്കന്മാരാ. അപ്പോൾ ആ സീറ്റിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് സീറ്റ് കൊടുക്കാം. ഒരാൾ വടക്കാക്കി കാണിച്ചാൽ ഇല്ല, കിട്ടില്ല. പാലക്കാട് ചെയ്യണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇവർ കൂടെ നിൽക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടുക. പത്രക്കാരോട് പറയാതെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. കേസ് ഉണ്ടെങ്കിൽ അയാൾ മാനേജ് ചെയ്യും. ഞങ്ങളെ KPCCനെ സംബന്ധിച്ചിട്ട് അയാൾ രാജിവെക്കേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യേണ്ടത് അമ്മേനെ കൊണ്ട് പത്രസമ്മേളനം വിളിപ്പിക്കുക. ഞാൻ ഏറ്റെടുക്കാൻ വരുവാളായിട്ട്. അവർ അമ്മയാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയാണ്. ഇന്ദിരാഗാന്ധിക്ക് എന്തായിരുന്നു അതുണ്ടായിരുന്നത്? അപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ മകനാണ്. അത് അവർ വന്ന വഴിയൊക്കെ രാഹുൽ മാങ്കൂട്ടം തന്നെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവർ പറയണം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരൊറ്റ ആൾ വരില്ല. ഇനി എങ്ങനെയെങ്കിലും ഇവന്റെ ഭാര്യയാവാന്ന് വിചാരിച്ചിട്ടും പോവില്ല. കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ ചെയ്യില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഈ ദേശാഭിമാനിക്കാരൻ്റെ മോളെ ആര് ക്യാൻവാസ് ചെയ്തു? CPMൽ തിരുവനന്തപുരത്ത് പോണ പെണ്ണാണ് വെച്ചെങ്കിൽ ക്യാൻവാസ് ചെയ്യാവുന്ന കോടിയോ 3-5 കോടി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. സതീശൻ ഇത് ഏറ്റെടുത്താൽ സതീശൻ ചെയ്യേണ്ടത് നിനക്കെതിരെ ഒരു സാധനം വരുന്നുണ്ട് ശ്രദ്ധിച്ചോ എന്ന് പറയാൻ വേണ്ടത്. അത് പൊളിറ്റിക്സ് ഇല്ല. അയാളൊരു നല്ല പിതാവാണ് വെച്ചെങ്കിൽ സഹോദരനെ പോലെയാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് മോൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, രാഹുലിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോക്കോ, ധൈര്യമായിട്ട് പോക്കോ, ഒന്നും ചെയ്യില്ല. ഇതാണ് ചെയ്യേണ്ടത്. എത്ര മയക്ക അവൻ്റെ മുമ്പിൽ, എത്ര മയക്ക? 400 കോടി രൂപയുടെ വാക്സിനാണ് ഇവിടെ കേരളത്തിൽ ഇറക്കുമതി ചെയ്യണത് തെരുവുനായ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് സിസ്റ്റം ഇവിടുത്തെ. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നാളെ സമരം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് മൈക്ക് വിളിച്ചിട്ടില്ല. വേറൊരു മാറ്റം കണ്ടോ? അതായത് നമ്മുടെ ഈ സമൂഹത്തിലെ നമുക്ക് ഏറ്റവും ഞെട്ടിക്കുന്ന സാധനം വെച്ചാൽ ഇവള് അടുത്ത ദിവസം ഒരു ബ്രായും ഒരു അടിപ്പാവടയും ഇട്ടോണ്ട് ഇവിടെ സകല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് ഇറങ്ങുന്നതിന്റെ പുറകെ മാധ്യമങ്ങളെല്ലാം പോവുകയാണ്. ഇവള് സെലിബ്രിറ്റിയായി. അതൊരു മാനസിക രോഗ പെൺകുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ. അതിൽ ഉപയോഗിക്കപ്പെടുന്നത് സിനിമയിൽ ഉപയോഗിക്കപ്പെടും. അതിൽ ഇത്തരം ഫ്രോഡ് ഉപയോഗിക്കപ്പെടും. അതിലേക്ക് പോവാതിരിക്കാൻ ഞാൻ പറയാന്ന് പറഞ്ഞാൽ അമ്മമാരാണ് അവരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ മക്കളൊക്കെ തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ ഉണ്ടാവും ഇതുപോലെ കുറച്ച് വലിയ നിറമുണ്ടെങ്കിൽ. പക്ഷെ അവരൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. രാഷ്ട്രീയത്തിൽ ഒന്നും ഉപയോഗിക്കരുത്. രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ ഈവൻ CPM തന്നെ തലയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്നിട്ട് അവനെ ആശുപത്രിയിലാക്കിയിട്ടാണ് കൊണ്ടുവരിക. അവിടെ ആ രാഷ്ട്രീയമില്ല. ഉപദ്രവിക്കപ്പെടരുത്. എങ്ങനെ? പൊളിറ്റിക്സിൻ്റെ അകത്തൊന്നും ഉപദ്രവിക്കപ്പെടരുത്. നേരത്തെ ഒരു സാർ പറഞ്ഞല്ലോ, അടി കിട്ടുമ്പോൾ പോലീസ് തല്ലുമ്പോൾ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ കൊണ്ട്, അതാണ് രാഷ്ട്രീയം. ഇവനെ സംബന്ധിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോട്ടയിൽ വന്നു, ചിത്രം വരച്ചു, കൈപ്പത്തി ചിഹ്നം വരച്ചു. ആ കൈപ്പത്തി അതൊക്കെ ഇത്ര കാലം നിലനിന്നത് തലമുറകളായിട്ട് നിന്നതാ. രമേശ് ചെന്നിത്തല അതുപോലെ ഈ സമയം നോക്കുക. അതായത് ഇത്രയും ക്രൂഷ്യലായ സമയം, ഒരു ഓണം വരുന്നു, 20,000 കോടിയിലധികം കടമെടുക്കുന്നു, ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ ആളുകൾ വലയുന്നു. ഇത്രയും പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള 100 കണക്കിന് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ആളുകളുടെ ശ്രദ്ധ എത്ര തന്ത്രപൂർവ്വം മാറ്റി ഈ ഒരു നാറ്റക്കേസിൽ കുടുക്കി ഇവന്മാര് ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെടുന്നു നോക്കി. അതായത് ഇനിയുള്ള അവശേഷിക്കുന്ന ഏതാനും മാസങ്ങൾ എത്ര സ്മൂത്തായിട്ട് ഇത്തരം ഈ ഒരു ഇഷ്യൂ കത്തിച്ചു വിട്ട് വളരെ തന്ത്രപൂർവ്വം, അതായത് ഓരോ ദിവസങ്ങളും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ വന്നാൽ എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ 1-2 ദിവസം കൊണ്ട് തീർന്നു. ഇത് പതുക്കെ ആസൂത്രണം ആവനാഴിയിൽ അമ്പുകൾ റെഡിയാക്കി ഓരോന്നാക്കി ഓരോ കാര്യങ്ങളും ഇനി ഇരിക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പോ ട്രാൻസ്ജെൻഡർ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കും, അന്ന് അങ്കിൾ എന്നെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് വോയിസ് ഇടിക്കും. ഇതൊക്കെ വളരെ ഈസിയല്ലേ? പക്ഷെ അവിടെ അപ്പുറം വീക്കാണെങ്കിൽ
ഇവരൊന്നും വി ഡി സതീശന് ഇവരൊന്നും ഒന്നും ചെയ്യണ്ട. ആ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു പോത്തുംകുട്ടനെ നിർത്തിയാലും ഇനി ഇവിടെ കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കും. ഇവര് ഞങ്ങൾ ടീമാണ്, ആനയാണ്, ഇവരൊന്നും പറയണ്ട. അതിന് മാത്രം ജനം വേർത്തിട്ടുണ്ട്. ജനങ്ങളുടെ അതിലാണല്ലോ വോട്ട്. ഈ മഷി പരത്തിയിട്ട് 4 അടി കഴിഞ്ഞിട്ട് ഈ മെഷീന്മ കൈ അമർത്തുമ്പോൾ ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമർത്താൻ ബുദ്ധിമുട്ടില്ല. LDF ചെയ്യും. അതാണ് വോട്ട്. 30-35% വോട്ട്. നമ്മൾ ചെറുപ്പം മുതൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കണല്ലേ. അതിൽ ഉദ്യോഗസ്ഥന്മാരെ വോട്ടും പോസ്റ്റൽ വോട്ടും എന്ത് കഴിഞ്ഞാലും നാട്ടിലൊരു എന്താണ് ട്രെൻഡ് വെച്ചെങ്കിൽ അതിലേക്ക് ഏറ്റവും വലിയ വിഷം കലക്കിയതാണ് ഈ തെണ്ടി. ഞാൻ പച്ചയ്ക്ക് പറയാനില്ല അല്ലേ. പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നേരിട്ട് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. പച്ചയ്ക്ക് ഇപ്പൊ നമ്മുടെ മാധ്യമത്തിലൂടെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നമ്മളൊരു പോപ്പുലാരിറ്റി കോൺടെസ്റ്റിനോ ആരുടെ ഗുഡ് ബുക്കിൽ സ്ഥാനം മേടിക്കാനോ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ചില ആൾക്കാർ കൂടെ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഒരാള് തലയിറ്റി വീഴുമ്പോ ബസ്സിൽ നിന്ന് തലയിറ്റിയിട്ട് പിടിച്ച് കണ്ടക്ടർ ഇറങ്ങിക്കൊള്ളാൻ പറയുമ്പോ കൂടെ ഇറങ്ങണ ഒരാളുണ്ടായിരിക്കും. ആളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മള് ഈ തലയിട്ടുന്ന ആൾക്ക് ഈ ആളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അതാണ് ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെ, മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന സാധനം. ഇത് എല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു പാർട്ടി ഉണ്ടാവണേ. ഈ പാർട്ടിയിൽ ഈ ഒരാള് വെറും റിയൽ എസ്റ്റേറ്റിനോ ബലാത്സംഗത്തിനോ നടന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കോൺഗ്രസിലുണ്ട്. ഒരു മുദ്രാവാക്യം പോലും ശരിക്കും വിളിച്ചോ. ഞാനാണ് ഇപ്പോഴും നല്ല മുദ്രാവാക്യം എഴുതി കൊടുക്കൽ കോൺഗ്രസ്സുകാർക്ക് കൂടെ. ഇത് സർക്കാരല്ല സർക്കസാണ്, 2ാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നാളെ മുദ്രാവാക്യം എഴുതി കൊടുത്തത് ഞാനാ. സർക്കാരല്ലത് സർക്കസാണെന്ന് പറഞ്ഞിട്ട് ഈ കട്ട കാശിന് 10 കോടി രൂപ പെൺകുട്ടിക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവനിതൊക്കെ പറയുമ്പോഴേക്ക് ആ പെണ്ണ് കണ്ണ് നിറഞ്ഞിട്ട് പറയുമ്പോഴേക്ക് ഉടനെ രാജി ചോദിക്കുന്ന വനിതാ കോൺഗ്രസിന്റെ ഒരാൾ പറയാ, ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാ, അപ്പോൾ പത്രക്കാരൊക്കെ അങ്ങോട്ട് വിടുക. ഇവിടെയൊക്കെ പത്രം ഇവരോട് ഇൻവെസ്റ്റിഗേറ്റീവ് ഇത് ചെയ്യാൻ, പത്രപ്രവർത്തനം ചെയ്യാൻ പറയണം. അതുപോലെ ഒരു കാര്യം കൂടെ, അതായത് ഈ മുതിർന്ന, അതായത് ഈ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC അടക്കമുള്ളവർ ഇവരുടെ കൂടെ ഇടപെട്ട അല്ലെങ്കിൽ ഇവരോടൊപ്പം അടുത്തിടപഴകിയ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഈ സ്ത്രീകൾ ഇവന്മാരെ കുറിച്ച്, അതായത് അവസരം കിട്ടുമ്പോൾ തനിച്ചാകുമ്പോൾ ഇവന്മാരുടെ യഥാർത്ഥ ഗുണം എന്താണ്, ഇവന്മാരുടെ ആയ കാലത്ത് ഇവന്മാർ ഏത് തരക്കാരായിരുന്നു എന്ന് ഇവന്മാർ ഒരു പ്രസ്താവന നടത്തിയാലത്തെ അവസ്ഥ എൻ്റെ അടുത്ത് കുറച്ച് പേര് വെളിപ്പെടുത്തൽ നടത്തി. ഇവരൊക്കെ പോയി ആത്മഹത്യ ചെയ്ത് കളയും ആ സാധനം കേട്ടാൽ. ഇല്ല, അവര് അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂലി കൊടുത്തു, എന്തുട്ടാണെങ്കിൽ കൊടുത്തു, അല്ലെ അവരുടെ കാര്യം നടത്തി കൊടുത്തു, അല്ലെ പ്രൊമോഷൻ നടത്തി കൊടുത്തു, അത് ഉപയോഗിച്ച് പോയി. അത് വേറെ ശക്തി വരുന്നില്ലല്ലോ അവർക്കെതിരെ പറയിപ്പിക്കാൻ. കാരണം നല്ല ചള്ളു ചെക്കന്മാർ നിൽക്കുമ്പോൾ എന്തിനാ അവരെ പറ്റി പറയണം. ഇവർ ഈ ശക്തി എടുക്കരുത്. ഇത് ഈ ചെകുത്താനെ കൂട്ടുപിടിക്കുന്ന പോലെയല്ലേ ഇത് ചെയ്യണത്. ദൈവവിശ്വാസി പോയിട്ട് ചെകുത്താനെ കൂട്ടുപിടിക്കുന്ന പോലെയാണ് VD സതീശൻ ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇവര് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ചെകുത്താനം നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഇന്നത്തെ പിണറായി വിജയൻ സർക്കാർ. നേരെ മറിച്ച് അച്യുതാനന്ദ സർക്കാരാണ് ഇത്രയും വലിയ പ്രശ്നമില്ല. പിണറായി വിജയൻ ഉണ്ടോ കേരളത്തിൽ? അയാള് മൾട്ടിപ്പിൾ കളി കളിക്കുന്ന ആൾക്കാർ 1971 മുതൽ വർഗീയത പിടിക്കാനുള്ള ആൾക്കാരാ. ഇത് ഈ സാധനം പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇവർ KPCCക്ക് നമുക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടാകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, അയാളുടെ രാജി ചോദിക്കേണ്ടത് നമ്മളാണോ? ഒരു കാര്യം ചെയ്യുക, ആ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ പറയും, ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകാൻ പറയും. ഒറ്റ സെക്കൻഡോട് തീരാവുന്ന കാര്യമുള്ളൂ. ഇനി ഞാൻ പൊതുസമൂഹത്തിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും അദ്ദേഹത്തിന്റെ മാതാവിനോടും എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ KPCCയുടെ കെട്ട് പൊട്ടിച്ച് പുറത്ത് വന്നിട്ട് മാതാവ് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ഗർഭിണി ആക്കിയ ഏതെങ്കിലും പെൺകുട്ടികളുടെ വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 10 ദിവസം ഡേറ്റ് ഇട്ട് കൊടുത്തോ ഒരു മനുഷ്യനും അവിടെ ഉണ്ടാവില്ല. അതോടുകൂടി 50% മാസ്കിങ് കഴിഞ്ഞു, ആ എണ്ണമയം പോയി. പിന്നെ വേണ്ടത് KPCCയിൽ നിൽക്കരുത്. ഞാൻ രാജിവെക്കണമെങ്കിൽ പാലക്കാട് സമ്മേളനം നടത്തിയിട്ട് അവിടെ കൂകട്ടെ ആൾക്കാർ. നിങ്ങൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പാലക്കാട് പൊതുസമ്മേളനം നടത്തിയിട്ട് അവിടെ ജനങ്ങൾ പറയട്ടെ, എന്നിട്ട് രാജിവെക്കാന്ന് പറയാം. എന്നിട്ട് പണ്ട് PC ജോർജ് കളിച്ച പോലെ ചവിട്ടി കൂട്ടി കളിച്ച് മാറി നിന്നിട്ട് അടുത്ത പ്രാവശ്യം ഈ യൂത്ത് കൗൺസിലുള്ള ആൾക്കാരെ എവിടെയെങ്കിലൊക്കെ കയറ്റി നിർത്തിയിട്ട് കൈപ്പത്തി ചിഹ്നം അല്ലാതെ വല്ല പന്തോ കിന്തോ പെരിച്ചാഴിയോ ഒക്കെ വെച്ചിട്ട് ജയിച്ച് വന്നിട്ട് മാറിയിട്ട് ഇരിക്കുക, എന്നിട്ട് ഇവന്മാരെ ചവിട്ടുക. അതാണ് വേണ്ടത്. ഇത് പക്ഷെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഞാനത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. എത്ര ഇവരെന്ത് ക്രൂരത ചെയ്താലും നമുക്ക് ആ പ്രസ്ഥാനത്തിന് വിവരിക്കാൻ പോകും എന്തോ. അത് ചെറുപ്പം മുതൽ അങ്ങനെ വന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടാലും പോട്ടെ ഇത് സത്യമാട്ടോ. അത് എന്നേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും. കാരണം ഇത് താഴെ പോകരുത്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചൊരു കാര്യം, അവർക്ക് വേണ്ടാത്തത് എന്തിനാ നമുക്ക് എന്നുള്ളതാണ്.
അവർക്ക് വേണ്ടത് എന്താ നമുക്ക്? ഇത് കേരളത്തിൽ ഇപ്പോൾ പൊതുചിന്തയിൽ വന്നിട്ടുണ്ട്. ഏതിൽ? രാഷ്ട്രീയത്തിൽ. അതാണ് BJPക്ക് കൂടുതൽ വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പിണറായി വിജയൻ ഒരു ഭാഗമുണ്ട് ഈ ഇതിങ്ങനെ വൃത്തികേടുകൾ കാണിച്ചു കൊടുത്തിട്ട്. ഈ മാധ്യമങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ആ ധർമ്മമൊന്നുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ആ സ്ത്രീയുടെ ഇതിൻ്റെ മുമ്പ് എന്താ പറഞ്ഞത്? ഏഷ്യാനെറ്റിലെ ഒരു പ്രശസ്ത അവതാരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് VD സതീശൻ അന്ന് പറഞ്ഞതാണ് ഹ്യൂ കെയർന്ന്. അപ്പോൾ ഈ പെണ്ണുവിനെ കൊണ്ട് അങ്ങനെ ഒരു സാധനം. പിന്നെ ഒരു ഓഡിയോയിൽ പറയണ്ടല്ലോ 3 വർഷം തന്നോട് ഞാൻ സ്നേഹനിലയ്ക്കാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ കുട്ടിയുടെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പൊതുസമൂഹം അറിയേണ്ടത് ഇവിടെ ഒരു മാഫിയ ഉണ്ട്, ഒരു കച്ചവട മാഫിയ ഉണ്ട്. സർക്കാരിന് വേണ്ടിയിട്ട് ഫണ്ട് ചെലവാക്കാൻ വീണ്ടും വരാൻ വേണ്ടി അത് കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. അത് മെഡിക്കൽ കോളേജിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് തൊട്ട് ഈവൻ സപ്ലൈകൾക്ക് സാധനം കൊടുക്കുന്നവരെ. നാളെ ഒരു ഇടതുപക്ഷക്കാരൻ മന്ത്രി വിളിച്ചിട്ട് പറയാണ് ആ പെൺകുട്ടിക്ക് ഒരു 10 കോടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൾ പറയാൻ തയ്യാറാന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതിവിടെ മാഫിയുണ്ട്. അതല്ലേ 6.5 ലക്ഷം കോടി കടായത് നമുക്ക്. 6.5 ലക്ഷം കോടി കടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മാഫിയകൾ കെട്ടതാണ്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ അതെന്ത് ചെയ്യും? ഈ പെൺകുട്ടി നാളെ സരിതായിട്ട് അപ്രത്യക്ഷമാവും. VD സതീശൻ ഇവിടെ തോൽക്കും, പറവൂരും തോൽക്കും, രാഹുൽ മാങ്കൂട്ടത്തിലും തോൽക്കും. കോൺഗ്രസിനെ വീണ്ടും കൈ പിടിച്ച് പൊന്തിക്കാൻ വേറൊരാളും ചെല്ലില്ല. BJP ഉണ്ടായിരിക്കും ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞാൽ ശാപം LDF ഇല്ലാതാവും. LDFിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ മാഫിയ കളിയാണ് ഇവരിത് പൊന്നിച്ചു പിടിച്ചുള്ളത്. സതീശൻ, ഞാൻ പറയുന്നു, സതീശൻ ഒരു കൃത്യമായൊരു കോൺഗ്രസ്സുകാരനല്ല. അയാൾ പൊളിറ്റിക്സ് കളിച്ച ഒരാളാണ്. ശരിയായിട്ട് കോൺഗ്രസിന്റെ മുലപ്പാൽ കുടിച്ച ഒരാളുണ്ടെങ്കിൽ സതീശൻ ഇപ്പൊ ചെയ്യണത് സ്വന്തം അമ്മേനെ കുത്തിക്കൊന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതിയാണ്. സ്വന്തം മാതാവിനെ, നമ്മളൊക്കെ പണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭാരതമാതാന്ന് വരച്ചിരുന്നില്ലേ? ആ ഭാരതമാതാവിനെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ മാതാവിന്റെ നെഞ്ഞത്താണ് അവൻ കുത്തിയത്. അതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്താണ് ഇവനെ ഈ പെൺവിഷയം എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഇതേയുള്ളൂ സാറേ. ഇത് നമ്മുടെ ആത്മരോഷത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോവും. ഇത് ശരിയാക്കാനല്ല, ഏറ്റവും നല്ലത് ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് രാജിവെച്ചിരിക്കുന്നു. ഇപ്പം ആൾക്കൊരു ഉത്തരവാദിത്തമില്ല. ഇനിയുള്ളത് ആകെ ഒരു MLA സീറ്റ് കണക്ഷനാണ്. അത് KPCC വോട്ട് ചെയ്തതല്ല, പാലക്കാട്ടേർ വോട്ട് ചെയ്ത. അദ്ദേഹം അത് അവിടെ നിലനിർത്തിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കുക, അമ്മ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. പാലക്കാട് ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയോ പബ്ലിക്കിനെ കൂട്ടുക, കണ്ടിന്യൂ ചെയ്യുക. ഒരാളൊന്നും ചെയ്യില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനം കോളുകളും സമയത്തെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രതികരണം അറിയിക്കേണ്ടുന്നവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ശബ്ദ സന്ദേശമായി ദയവായി അയക്കേണ്ടതാണ്. പ്രതികരണം വാട്സപ്പായി അയക്കേണ്ടുന്ന നമ്പർ 9746466440. ഞാൻ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746466440. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.